മൂവാണ് വേണ്ടത്. അപ്പം അതിനൂടെ ചേർക്കാനുള്ള സാധനങ്ങളും കൂടെ ഞാൻ കാണിക്കാം. അപ്പം മെയിനായിട്ട് തേയിലയാണ്. അപ്പം തോനെ തേയിലയൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ അളവിൽ തേയില മതി. അതേപോലെ തന്നെ ഒരു സ്വല്പം മൂവ് മതി. പിന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ തൊണ്ടേ തേയില ഇട്ട് കൊടുക്കുകയാണ്. അപ്പം തേയില എന്ന് പറയുന്നത് നല്ലൊരു എഫക്റ്റാണ്. കൂട്ടത്തിൽ മൂവും കൂടെ ചേരുമ്പോൾ അറിയാമല്ലോ, മൂവിൻ്റെ ഒരു എരിഞ്ഞ ഗ്യാസ് കൊണ്ടിട്ട് നമുക്ക് വെക്കുന്ന പല്ലിയാണേലും എലിയാണേലും എല്ലാത്തിനും നല്ല ഒരു കിടിലൻ ടിപ്പാണിത്. അപ്പം ഒരു സ്വല്പം മൂവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം മൂവും കൂടെ ചേർക്കുമ്പോഴത്തേന് ഇത് കഴിച്ചിട്ട് പോകുന്ന എലിക്കൊക്കെ വെപ്രാളം അടിക്കും. കാരണം പല്ലിയാണേലും എല്ലാത്തിനും നല്ല വയറൊക്കെ എരിഞ്ഞിട്ട് നല്ല രീതിയിൽ വെപ്രാളം അടിച്ചിട്ട് അത് ചത്തുപോകും. പിന്നെ ആ ഭാഗത്തൊന്നും വരത്തില്ല കേട്ടോ. എവിടുന്നാന്ന് വെച്ചാൽ അവിടുന്ന് ഈ ഭാഗം വിട്ടങ്ങ് പോയിക്കോളും. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്കിതിനകത്ത് വേണ്ടത് പൗഡറാണ്. അപ്പോൾ ആ ഒരു മൂവിൻ്റെ സ്മെല്ല് പുറത്തോട്ട് വരാതിരിക്കാനാണ് കുറച്ച് പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമുക്ക് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാമേ. പിന്നെ ഇതിനകത്ത് ഒരു മണത്തിനുള്ള സാധനം കൂടെ ചേർക്കുന്നുണ്ട്. കാരണം അത് ഫുഡിൻ്റെ മണം അടിച്ചിട്ട് വരണമല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ കുറച്ച് ഗോതമ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പൊടി ഇല്ല എങ്കിൽ കുറച്ച് ശർക്കരയോ അതല്ല എങ്കിൽ ബിസ്ക്കറ്റോ എന്താണെന്ന് വെച്ചാൽ ഫുഡിൻ്റെ എന്തെങ്കിലും ഒരു ഇത് ചേർത്ത് കൊടുത്താൽ മതി. കാരണം അതിൻ്റെ ഒരു മണം അടിക്കുമ്പോൾ ഇത് വന്ന് കഴിച്ചിട്ട് പോകുമ്പോഴത്തേനാണ് ഇതിന് വെപ്രാളം ആകുന്നത്. കാരണം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ഉരുളയാക്കി എടുക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ആക്കി കൊടുക്കാം. കണ്ടോ, എള്ളുമുട്ടയുടെയൊക്കെ ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ ഷേപ്പിൽ കിട്ടണം നമുക്ക്. ഇനി നമുക്ക് ഇതിനായിട്ട് വേണ്ടത് 2 പച്ചമുളകാണ്. 2 1 മതി. ഞാനിപ്പോൾ 2 പച്ചമുളകിലായിട്ടാണ് ഇത് വെക്കുന്നത്. കാരണം പച്ചമുളക് എന്ന് പറയുമ്പോൾ എലിക്ക് ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ വീട്ടിനകത്തുള്ള എലിയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ വരുന്നവർ ഇതൊന്ന് ചെയ്ത് നോക്കുക. കാരണം ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അത് പതിഞ്ഞ് വന്നിരുന്ന എല്ലാം കഴിച്ചിട്ട് പോകും കേട്ടോ. അതിൻ്റെ പുറത്തോട്ടൊന്ന് പൊതിഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഇതെന്തായാലും ഗോതമ്പിൻ്റെ മണവും പച്ചമുളകിൻ്റെ ഇതും കാരണം അത് വന്ന് കഴിച്ചിട്ട് പോയി കഴിയുമ്പോഴത്തേനാണ്. അപ്പോൾ ഒട്ടും കുറഞ്ഞു പോകരുത്. ഇതിൻ്റെ അളവ് ഇച്ചിരി കൂടിയാലും പ്രശ്നമൊന്നുമില്ല. കാരണം അതിൻ്റെ ആ മൂവിൻ്റെ മരുന്നും അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയൊക്കെ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇത് വന്ന് കഴിച്ചിട്ട് പോകും. കാരണം പച്ചമുളക് ഇഷ്ടമുള്ള സാധനമാണ്. അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയുടെ മണം, തേയിലയും ആ മൂവിൻ്റെ ഇതും എല്ലാം കൂടെ ആകുമ്പോൾ അതിന് ഭയങ്കരമായ വെപ്രാളം അടിച്ചിട്ട് എന്തായാലും ഈ പരിസരം വിട്ട് പോവുകയും ചെയ്യും. അത് പിന്നീട് വരത്തുമില്ല, ചത്തുപോകും കേട്ടോ. അതേപോലെ തന്നെ പല്ലിയാണേലും പാറ്റയാണേലും ഉറുമ്പാണേലും എല്ലാത്തിനും ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടമായിട്ട് കഴിക്കുകയും ചെയ്യും. പിന്നെ അതിന് പ്രശ്നം ഉണ്ടാകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ പല രീതിയിലും വെച്ച് പരീക്ഷിച്ച് നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വീട്ടിലെ എല്ലാത്തിനെയും നമുക്ക് ഇല്ലാതാക്കാം. അതേപോലെ തന്നെ ഞാൻ തൊണ്ട ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുകയാണ്. കാരണം അതിന് വന്ന് പതിഞ്ഞിരുന്ന് കഴിക്കാൻ പറ്റിയ സ്ഥലമാണിത് കേട്ടോ. പിന്നെ നമുക്ക് വേറെ എവിടെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോർ റൂമിൽ വെക്കുന്ന ഭാഗത്തൊക്കെയാണ് കയറുന്നതെങ്കിൽ അവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ എവിടെയാണ് നമുക്ക് ശല്യം കൂടുതലായിട്ടുള്ളത് അവിടെ വെച്ച് കൊടുക്കുക. മുറ്റത്തൊക്കെയാണ് ശല്യമെങ്കിൽ നമുക്ക് ചെടികളുടെ സ്ഥലത്തും അതേപോലെ തന്നെ കൃഷി സ്ഥലങ്ങളിലൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ.